ഹേ യൂട്യൂബ്, ഇന്നൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാക്കേജാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. ഇതെൻ്റെ പുതിയ ലാപ്ടോപ്പാണ്. വന്നിട്ട് അബൌട്ട് കഴിഞ്ഞ മാസം 5-ാം തീയതി വന്നതാണ്. ഇപ്പോഴാണ് കയ്യിലെനിക്ക് കിട്ടിയത്. കാരണം ഇവിടെ ഈ ഒരു ഭാഗത്തൊന്നും ഡെലിവറി ഇല്ലായിരുന്നു. അപ്പോൾ വേറെ ഒരു രീതിയിലാണ് ഞാനിത് റെഡിയാക്കിയത്. ആൾ ഓപ്പൺ ചെയ്തതാണ്. ബട്ട് ഇപ്പോൾ എറണാകുളത്തുനിന്ന് കൊണ്ടുവന്നപ്പോൾ ഒന്നും കൂടെ പാക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായാലും പാക്ക് ചെയ്ത് ഇത് സ്റ്റാർട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് വെരിഫൈ ചെയ്യണമല്ലോ. ഒന്നാമത് 56,000 രൂപയുടെ ഒരു ലാപ്ടോപ്പ്, ഒരു പെർഫോമൻസ് ലാപ്ടോപ്പ് നമ്മൾ ഷുവറായിട്ടും വെരിഫൈ ചെയ്യണം ഓപ്പൺ ചെയ്ത്. കാരണം എന്നാലേ റിട്ടേൺ പോളിസിയുടെ ഒരു കീഴിലൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഈശ്വര, ഞാൻ അകത്തുള്ള എന്തോ മുറിച്ചെടുത്തോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് Acer Aspire 7 Hexa Core 5500U പ്രോസസ്സർ വരുന്ന മോഡലാണ്. വളരെ ഹൈപ്പുള്ളൊരു മോഡലാണ്. ഞാൻ വളരെയധികം കാത്തിരുന്നൊരു മോഡലാണ്. ലാപ്ടോപ്പ് എടുക്കണം എന്നതിന് ശേഷം ഞാനെപ്പോഴും വാങ്ങിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻസോടെ മുന്നോട്ട് നോക്കിയൊരു മോഡലാണ്. ഒന്നും പൊട്ടിച്ചിട്ടില്ല. മാനുവൽ വാറണ്ടി കാർഡ്. വി ക്യാൻ കീപ് ദാറ്റ് അസൈഡ്. ഇതാണ് സ്റ്റെപ്പ് ഗൈഡ് വന്നേക്കുന്നത്. പെർഫോമൻസ് വൈസ് ഭയങ്കര ടോപ്പ് നോച്ച് ആയിട്ടുള്ള പെർഫോമൻസും ഈ പ്രൈസിൽ, പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചുമാണ്. അതായത് 56,000 എന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് പേഴ്സണലി അഫോർഡബിൾ ഒന്നുമല്ല. വളരെ അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കയ്യിലെത്തിയത്. യെസ്, ദ ബോയ് ഈസ് ഹിയർ. അയ്യോ, നല്ല ബൾക്കിയാണ്. ഒന്ന് ഞാൻ തുറന്നിട്ട് ഞാൻ വിളിക്കാം. 89,999 പ്രൈസ് വന്നിട്ടുണ്ട്. ഓ മൈ ബോയ്. ചാർജിങ് ബ്രിക്ക് ഞാൻ ഉദ്ദേശിച്ച അത്രയും വലുപ്പമൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ കോഡ് ലെങ്ത് വളരെ കുറവാണെന്ന്, ഷോർട്ടാണെന്ന് ഞാൻ പറയുന്നത് കേട്ടു. അതെ, ഇതിൻ്റെ പിന്നിങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് പോകാം. ലാപ്ടോപ്പ് ഒരു കോട്ടൺ റാപ്പിലാണ് ഇത് കവർ ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ഹാൻഡ്സ് ഓൺ ഫസ്റ്റ് എക്സ്പീരിയൻസ്. എൻ്റെ ഹാൻഡ്സിൽ ഞാൻ പറയാലോ, നല്ല സ്റ്റഡി ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ഫീലുണ്ട്. ഫ്ലെക്സ് വളരെ കുറവാണ്. ഇതിൻ്റെ മെറ്റീരിയൽ, ഈ പ്ലാസ്റ്റിക് നോക്കുമ്പോൾ ഓവറോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹീറ്റൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ. അതായത് എൻ്റെ കഴിഞ്ഞ ലാപ്ടോപ്പാണെങ്കിലും HP ഒരു മോഡലാണ്. അതും ഇതേ രീതിയിൽ തന്നെയാണ്. പെർഫോമൻസ് ഹൈയും, പക്ഷേ ബിൽഡ് ക്വാളിറ്റി വളരെ മോശവുമുള്ളൊരു കണ്ടീഷനാണ്. പക്ഷേ ഇതിൻ്റെ ഞാൻ ആ ഒരു ടൈമിലാണെങ്കിലും വേറെ ലാപ്ടോപ്സും വാച്ച് ചെയ്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി, സ്ട്രെങ്തും അതേ രീതിയിൽ തരുന്ന രീതിയിൽ ഇതും അങ്ങനെ ഒരു മോഡലാണ്. ഇത് അത്യാവശ്യം നല്ല സ്ട്രെങ്തും ഉണ്ട്. പക്ഷേ എന്നാലും പല മോഡൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി പല രീതിയിലും കുറയാൻ സാധ്യതയുണ്ട്. എന്നാലും ഇതിൻ്റെ പ്ലാസ്റ്റിക് കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. ഏസറിൻ്റെ നല്ലൊരു ക്ലാഡിങ് ഉണ്ട്. നല്ല സ്റ്റാൻഡേർഡാണ്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ്, പെർഫോമൻസ് ലാപ്ടോപ്പ് ഫീല് കിട്ടും. ഷുവറായിട്ടും ആസ്പയർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സുന്ദരമായിട്ടുണ്ടത് ആസ്പയർ എന്ന് എഴുതിയേക്കുന്ന. ഓവറോൾ ഇതിൻ്റെ ലുക്കിൽ ഐ എം സോ ഹാപ്പി. സ്പീക്കർ ഗ്രില്ല് എനിക്ക് തോന്നുന്നു ഇൻറ്റേർണലായിട്ട് വരുന്ന എല്ലാ പാർട്സും അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആണ് പുറത്ത്. ഒരു കയ്യിൽ പിടിക്കാൻ നല്ല കനമുണ്ട് കേട്ടോ. 2 USB 3 പോർട്ട്, പിന്നെ USB Type
3.0യും ടൈപ്പ് സി പോർട്ട് HDMI ആൻഡ് RJ. മറ്റേ സൈഡിലും ഒരു USB പോർട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു മൈക്ക് ജാക്കും പിന്നെ പവർ കേബിളിൻ്റെ ജാക്കും. ദെൻ ഇവിടെ ഒരു അത് യൂസ് ചെയ്താൽ അറിയാം ഇതൊരു ഇൻലെറ്റ് ആണോ എക്സോസ്റ്റ് ആണോ എന്ന്. സോ ഫാർ എനിക്ക് തോന്നുന്നത് ഇതൊരു എൽ ഷേപ്പ് ഇതിൻ്റെ എയർ ഫ്ലോ സിസ്റ്റം ആയിരിക്കും പലതിലും ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന രീതിയിൽ. അതായത് അടിയിൽ നിന്ന് ഫുള്ള് സക്ഷൻ വരും, എക്സോസ്റ്റ് ഈ ബാക്കിലൂടെയും സൈഡിലൂടെയും പോകുന്നുള്ള രീതിയിലായിരിക്കും. കൊള്ളാം. ഇതിലിപ്പോൾ മറ്റൊരു കാര്യം പറയേണ്ടത് ഈ ഒരു ഭാഗം ഇവിടെ ആയിരിക്കും. ഇവിടെ കുറച്ച് ഒരു എന്താ പറയണ്ട, ഫുള്ള് റബ്ബറൈസ്ഡാണ് വരുന്നത് ഈ സ്ട്രിപ്പ് ഫുള്ള്. ഇവിടെ വന്നിട്ട് അതിൽ കുറച്ച് ബൾജ് ചെയ്ത് വരുന്നുണ്ട് ഈ സൈഡിലും. അതായിരിക്കും നിലത്ത് തട്ടുന്ന. ഫ്രണ്ടിൽ ഈ സ്പീക്കർ ഗ്രില്ലിൻ്റെ സൈഡിലൊരു പാരലായിട്ടൊരെണ്ണമുണ്ട്. നല്ല രീതിയിലുള്ള ഇതൊരു അടിയിലൊരു ടോട്ടൽ മാറ്റ് ഫിനിഷ്, ഭയങ്കര റഗ്ഡായിട്ടുള്ളൊരു ഫീലാണ്. പിന്നെ ചില പഴയ ലാപ്ടോപ്പ് പോലെ നമുക്ക് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ മറ്റ് റാം സ്ലോട്ടിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു സെപ്പറേറ്റ് ഒരു ഓപ്പണിംഗ് അല്ല വരുന്ന. നമുക്കിതിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ പോലും ഇതിൻ്റെ ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കേണ്ടി വരും. സോ ഫോർ ഇതിൻ്റെ ബാക്കിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. അതുകൂടാതെ ഈ ബാറ്ററി പാനൽ എനിക്ക് തോന്നുന്നു ഇവിടെ ആയിട്ട് വരുന്നുണ്ട് അകത്ത്. സോ ഇത്രയൊക്കെയാണ് RJ ലാൻഡ്. എൻ്റെ കഴിഞ്ഞ ലാപ്ടോപ്പിലൊന്നും ഇങ്ങനെയൊന്നും വർക്ക് ചെയ്തില്ല, ഇത് സ്റ്റേഷനറി ആയിരുന്നു. പിന്നെ മറ്റേ കിൻസ്റ്റൺ ലോക്കും ഇതിൽ വരുന്നുണ്ട്. സോ ഒന്നും മിസ്സിങ് ഇല്ല. ഇനിയും ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പലവരുടെയും റിവ്യൂവിൽ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ഈ ആസ്പയർ എന്നുള്ള ടെക്സ്റ്റ്. സിംഗിൾ ഹാൻഡ്സിൽ നല്ല ഹെവിയാണ് പറയാലോ. ഒട്ടും ഒരു ഹെവിനെസ് കുറവില്ല. കഴിഞ്ഞ ലാപ്ടോപ്പ് എന്താണോ എൻ്റെത് അതിനേക്കാളും ഒരു പൊടിക്ക് വെയിറ്റ് കൂടുതലുണ്ട്. കഴിഞ്ഞ ലാപ്ടോപ്പിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ബിൽഡ് ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെ അവർ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കുറവാണ്. അപ്പോൾ അത് തന്നെ വെയിറ്റ് കുറച്ചും കൂടെ സ്വല്പം അഡ്ജസ്റ്റബിൾ ആയിരുന്നു. പക്ഷേ ഇത് കയ്യിൽ നല്ല സ്റ്റേഡിയാണ്. എനിക്ക് ഒറ്റ കൈ പിടിക്കുന്നതിന് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും പൊട്ടോ ഇല്ലയോ എന്ന് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഹെവിയാണ്, നല്ല ഹെവിയാണെന്ന് വെച്ചാൽ ഹെവിയാണ്. പക്ഷേ എനിക്ക് ഓവറോൾ കഴിഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന കാര്യം ഇത് കുറച്ചും കൂടെ സ്ലിമ്മാണ്. ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണെങ്കിലും ഇത് അത്യാവശ്യം നല്ല സ്ലിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് ആണ്. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ കണ്ട പല വീഡിയോസിലും പറയുന്ന രീതിയിൽ നമ്മൾ ഒറ്റ സിംഗിൾ ഹാൻഡ് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അടിയിലത്തെ പാർട്ട് മടങ്ങത്തില്ല, അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് പൊങ്ങി വരത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് തന്നെ. ഞാൻ പൊക്കിയപ്പോൾ പൊങ്ങി വന്നു കേട്ടോ. ചിലപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ആയതുകൊണ്ടായിരിക്കും. ഫസ്റ്റായിട്ടാണ്, ഇല്ല താഴോട്ട് പോയി തനിയെ തന്നെ. ഓക്കെ, ദാറ്റ് ഫീൽസ് നൈസ്. ആഹാ, ഓക്കെ. ഇതതിൻ്റെ ബില്ലും വാറണ്ടി കാർഡുമാണ് വരുന്നതിൽ. ഈ ട്രാവൽ വളരെ കുറവാണ് കേട്ടോ. ലാപ്ടോപ്പിൻ്റെ റെഗുലർ ട്രാവൽ തന്നെയാണ് വരുന്നത്. വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു സൗണ്ട് പോലും വളരെ കുറവാണ്. പക്ഷേ ഇവിടുത്തെ ഹിഞ്ചസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഹിഞ്ചസാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെയാലും ഞാൻ പറയല്ലോ, എൻ്റെ നേരത്തെ ഇരുന്ന 2013 മോഡലാണ്. അപ്പോൾ എന്തൊക്കെയാലും ടെക്നോളജി എന്തൊക്കെയാലും അഡ്വാൻസ് ആയി കാണുമല്ലോ. പുറത്ത് കാണുന്ന ആസ്പയർ ഇവിടെ വരുന്നുണ്ട്. ഒരു മാറ്റ് സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. വളരെ ചെറിയൊരു ക്യാമറ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഓഡായിട്ടുള്ളൊരു ഡിസൈൻ, ഒന്നും നമ്മൾ അറിയാൻ പോലുമില്ല. ഇവിടെ തന്നെ ആയിരിക്കും അതിൻ്റെ മൈക്കും വരുന്നത്. ഇവിടെ 2 റബ്ബർ ബുഷസ് വരുന്നുണ്ട്, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം.
2 റബ്ബർ ബുഷസ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഹാൻഡ്സ് വരുന്ന ഒരു പാനലിൻ്റെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ NVIDIA Ryzen 5 ലോഗോ വരുന്നുണ്ട്. GTXൻ്റെ ഇവർ ഞാൻ എല്ലാവരുടെ വീഡിയോയിലും കണ്ടതുപോലെ തന്നെ എൻ്റെ ഈ മെഷീനകത്തും അവർ കുറച്ച് ചെരിച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. അവർക്ക് ഒരു ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അവർക്ക് നേരെ ഒന്ന് അലൈൻ ചെയ്ത് ഒട്ടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാതായിപ്പോയല്ലോ. വളരെ ദയനീയമാണ്. ഇതിപ്പോൾ OEM ആയിട്ടുണ്ടാക്കുന്ന ഏസർ അവർക്ക് തോന്നിയില്ലല്ലോ ഇങ്ങനെ കുറച്ചൊന്നും കൂടെ ചേർത്തോ അങ്ങനെ. എനിക്ക് തോന്നുന്നു ഇനി 2 പേര് NVIDIAയും AMDയും കൂടെ അവർ തമ്മിൽ ഒത്തുചേർന്ന് പോകാത്തതുകൊണ്ട് അവരിങ്ങനെ ചെരിച്ച് ഒട്ടിച്ചേക്കുന്നതാണോ അതോ ഇതെന്ത് ഏർപ്പാടാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ബട്ടൺസ് ഹിഡൻ ആണ് അണ്ടർ. നല്ല ടാക്ടൈൽ ഫീലുണ്ട്. അതുകൂടാതെ ഇത് പലവരും ഇത് ടച്ച് പാഡ് വലുതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ ലാപ്ടോപ്പിൻ്റെ സൈസിനേക്കാളും വലുതാണ് എൻ്റെത്. എന്നാലും ഇതിനേക്കാളും വലിയ ലാപ്ടോപ്പ് പാനൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിവോ ബുക്ക് 14 അതിൻ്റെ പാനൽ നല്ല വലുപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഷുവറായിട്ടും വലുതാണ്. 14 ഇഞ്ച് ലാപ്ടോപ്പാണ്. അപ്പോൾ ഇത് ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ പെർഫോമൻസ് യൂസ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ മൗസ് എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യും. ഇവിടെ അതിൻ്റെ എക്സ്ട്രാ ഫെസിലിറ്റീസിനെ പറ്റി എഴുതിയിട്ടുണ്ട്. FHD IPS ഡിസ്പ്ലേ, നാരോ ബിസൽസ്, HDMI പോർട്ട്, അൾട്രാ വാസ്റ്റ്, വൈഫൈ, പവർ ഓൺ ബട്ടൺ ഇവിടെയാണ് ഇരിക്കുന്നത്. അതുകൂടാതെ എക്സ്ട്രാ ന്യൂമറിക്കൽ പാഡ്സ് വരുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ഹിഞ്ചിൻ്റെ കാര്യം തന്നെ ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യം, സാധാരണ ഹിഞ്ചസ് ഈ ബോഡിയോട് ചേർന്നാണ് വരുന്നത്. ഈ ബോഡിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അവർ കാണിച്ചങ്ങനെ ഒരു ടെക്നോളജി, സാധാരണ ഇത് നേരെ താഴേക്ക് വന്നിട്ട് ഈ ബോഡിയോട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തേക്കുവാണ്. അപ്പോൾ അധികവും വരുന്നൊരു പ്രശ്നം, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ തന്നെ ഇവിടെ താഴത്തെ ബോൾട്ടഡ് ആയിട്ടാണ് ഈ ഹിഞ്ചസ് വരുന്നത്. ഇവിടെ നിന്നൊരു മെറ്റൽ ഫ്രെയിം ഇങ്ങനെ മെറ്റൽ ഫ്രെയിം വരുന്നുണ്ട്. ടോട്ടലി ഈ ഒരു മെറ്റൽ ഫ്രെയിം ഇതിനകത്തോട്ട് കയറി എന്തെങ്കിലും കാരണവശാൽ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഹീറ്റ് തെർമൽ അടിച്ചടിച്ച് അതിൻ്റെ ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ചെയ്യുവാണെങ്കിൽ അറ്റ് വൺ പോയിന്റ് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ലാപ്ടോപ്പിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ലാപ്ടോപ്പിലും ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ മെയിനായിട്ടും ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം ഇതാണ്. ഞാൻ എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയാമല്ലോ, ഒരു സ്ലോട്ട് നേരെ ഇങ്ങോട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 മെക്കാനിസം ഉണ്ടായിരിക്കും എന്തെങ്കിലും. പക്ഷേ ഈ ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നല്ല റിജിഡ് ആയിട്ടാണ് ഉറപ്പായിട്ടും. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഞാൻ സോഫാർ ഞാൻ ഇപ്പോൾ പല സ്ഥലത്തും മെറ്റീരിയലായിട്ട് ഞാൻ തൊട്ട് നോക്കിയതിന് ശേഷം ഇപ്പോൾ നേരത്തെ ലാപ്ടോപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും ആ സോളിഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ചീപ്പായിട്ട് ബിൽഡ് ചെയ്തതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കമ്പയർ ടു മൈ ഓൾഡർ ലാപ്ടോപ്പ് ഇതിനേക്കാളും ബെറ്റർ ക്വാളിറ്റിയുള്ള സ്റ്റീൽ മെയ്ഡഡ് ആയിട്ടുള്ള ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. അത് കുറച്ചും കൂടെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോൾഡർ ആയിട്ടുള്ള ഫീലാണ്. ഇപ്പോൾ എന്തൊക്കെയാലും ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ വളരെ ഹാപ്പിയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഫുള്ള് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ബേസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ മുന്നോട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാം. സ്റ്റാർട്ടപ്പ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് വേറെ സ്പെഷ്യലായിട്ട് കാണത്തില്ല. ഓക്കെ എൻ്റെ പഴയതും ബാക്ക് ലിറ്റ് ഇല്ലാത്തൊരു ലാപ്ടോപ്പായിരുന്നു. സോ ഇതെനിക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. ബാക്ക് ലിറ്റ് ഓഫാക്കാൻ പറ്റുന്നുള്ള ഓപ്ഷനുണ്ട്. ലൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, Acer. ഓക്കെ, ആകെപ്പാട് പ്രശ്നമായിപ്പോയി. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ യൂസ് ചെയ്ത ആൾ പാസ്വേഡ് അടിച്ചിട്ടിരുന്ന് മറന്നുപോയി. അങ്ങനെ പിന്നെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. എന്തൊക്കെയാലും ഇപ്പോഴാണ് ഞാൻ സംഭവം കാണുന്നത്. ഓക്കെ, ഒരു മാരക ബ്രൈറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റുമോ കേട്ടോ. ഓക്കെ, എല്ലാത്തിനും കൺട്രോൾ സെൻറ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. AMD Radeon സോഫ്റ്റ്വെയർ. അതുകൂടാതെ NVIDIAയുടെ കൺട്രോൾ പാനലും അവൈലബിൾ ആണ്.
ഇതൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് പതിയെ സെറ്റപ്പ് ചെയ്യുന്നതാണ്, ഒന്ന് വായിച്ചൊക്കെ മനസ്സിലാക്കി സെറ്റപ്പ് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഇതിൽ വിൻഡോസ് 10 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് ആവശ്യമില്ലാത്ത കുറേ ആപ്സ് എടുത്ത് കളയാനുണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു, എനിക്കറിയില്ല. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 720p സ്ക്രീൻ ആയിരുന്നു. സോ അതിൽ നിന്ന് എനിക്ക് ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒറ്റ ഡ്രൈവിൽ 500 GB ആണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് സ്പേസ് വരുന്നത്. സോ അതിൽ 475 GB ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇപ്പനാണ് നമ്മുടെ ലാപ്ടോപ്പ്. സോ Ryzen 5 5500 വിത്ത് റൈഡോൺ ഗ്രാഫിക്സ്, 2.1 GHz ബേസ് ക്ലോക്ക് പറയുന്നുണ്ട്. ദെൻ 8 GB ഇൻറ്റേർണൽ റാം ഉണ്ട്. അതുകൂടാതെ 64-bit ഓപ്പറേറ്റിംഗ് ആണ്. ദെൻ അതർ ഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് പറയുന്നില്ല അതിനകത്ത്. ഓക്കെ, 1080p തന്നെയാണ് സ്ക്രീന്. അതിൻ്റെ ഒരു ക്രിസ്പ്നെസ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ബാറ്ററി ബാക്കപ്പ് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. 85% ബാറ്ററി കാണിക്കുന്നുണ്ട്. യെസ്, വാ. സോഫാർ ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്താലേ ഇവൻ്റെ ഒരു നോർമൽ വർക്കിംഗ് പ്രൊസീജിയറും കാര്യങ്ങളും ഇപ്പോൾ റൈഡൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ NVIDIA കൺട്രോൾ പാനലും ഒക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാലേ അതെല്ലാം വർക്ക് ചെയ്ത് തുടങ്ങത്തുള്ളൂ. ഇപ്പോൾ ഇത്രയും യൂസ് ചെയ്തിന്ന് ഫാനിൻ്റെ ശബ്ദമോ അങ്ങനെയൊന്നും കേൾക്കുന്നില്ല, ഹീറ്റിങ്ങോ അങ്ങനെയൊന്നും കാണുന്നൊന്നുമില്ല. എന്തൊക്കെയാലും ഡീറ്റെയിൽ റിവ്യൂവിൽ എല്ലാ കാര്യങ്ങളെപ്പറ്റി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സോ ഫാർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൾസോ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ തോട്ട്സും കമൻസും അറിയിക്കുക. Okay, thank you. Bye guys.